ഒരു ഇലക്ഷൻ വന്നിട്ട് പോലീസ് അതിൽ വിഷയമേ അല്ല, ജുഡീഷ്യറി അതിൽ വിഷയമല്ല, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വിഷയമല്ല, പോവർട്ടി അലിവിയേഷൻ അവർക്ക് വിഷയമേ അല്ല. ഇത്രയും പേരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ അത് വിഷയമല്ല. മനസ്സിലാവുന്നുണ്ട്? ഈ ഇലക്ഷന് അവർക്ക് കള്ളങ്ങൾ പഠിച്ചുണ്ടാക്കാം, നുണകൾ പഠിച്ചുണ്ടാക്കാം. ഇലക്ഷൻ SDP, ശബരിമല കൊള്ള, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഗവൺമെന്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, 54 ഡിപ്പാർട്ട്മെന്റിലെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ 54 ഡിപ്പാർട്ട്മെന്റിൽ എന്ത് സംഭവിച്ചെന്നല്ല ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് 8 എണ്ണമാണ്. ആ 8 എണ്ണമാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടാഞ്ഞിട്ട് പോലും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ലേ. കിഫ്ബി എങ്ങനെ ഇത്രയും ഡെവലപ്മെന്റ് നടത്തി, കോടിക്കണക്കിന് രൂപയുടെ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവന്നു, നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു, എത്രയോ പൂട്ടിക്കിടന്ന ഇൻഡസ്ട്രീസ് റീഓപ്പൺ ചെയ്തു, കാർഷിക വ്യവസ്ഥയിലുണ്ടായ മാറ്റം എന്താണ്, പാവപ്പെട്ടവനെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടു. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതൊന്നും ചർച്ചയില്ലാതെ ജനശ്രദ്ധ മുഴുവൻ വളരെ അപ്രധാനമായ എന്തെങ്കിലും 2-3 ഇഷ്യൂ എടുത്തിട്ടിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. റിമോട്ടായ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഡൽഹിയിലും UP ഒക്കെ കോളനി താമസിക്കുന്നവർ പട്ടയില്ല എന്ന് പറഞ്ഞ ആളുകളെ കുടിയിറക്കി വിടുകയാണ്. ബാംഗ്ലൂർ കണ്ടില്ലേ, മൊത്തം 400 കുടുംബങ്ങളെ അടിച്ചങ്ങ് റോഡിലിറക്കാണ്. ഗാസായിലെ പാലസ്തീനിൽ നിൽക്കുന്ന പോലെ ജനം നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് മാക്സിമം വീട് വെച്ച് കൊടുത്തു. ലൈഫ് മിഷൻ അനുസരിച്ച് മാക്സിമം വീട് വെച്ച് കൊടുത്തു. അവർക്ക് മാക്സിമം സുസ്ഥിരമായ ജീവിത സൗകര്യം കൊടുത്തു. പട്ടയം ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അവകാശ തർക്കമുള്ള കേസിൽ മാക്സിമം കേസിൽ അവർക്ക് തർക്ക പരിഹാരം കൊടുത്തു. എന്നിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്തു കൊണ്ടുപോകും. ഇന്ന് അത്ഭുതകരമായ രീതിയിലാണ്. പിന്നെ മാൾട്ട് ന്യൂട്രീഷൻ എന്ന സാധനം കേരളത്തിൽ ഓൾമോസ്റ്റ് നില്ലാണ്. ഇപ്പോൾ ഇന്ത്യയിലെ 41 കോടിയോളം ആളുകൾക്കാണ് അണ്ടർ നറിഷ്മെന്റ്, ആവശ്യത്തിന് ഫുഡ് കിട്ടാറില്ല. കുട്ടികളിൽ 40% അണ്ടർ നറിഷ്ഡാണ്. പക്ഷെ ആ ഒരു സംഭവം കേരളത്തിലില്ല. കേരളത്തിൽ ഏത് കുട്ടിയാണെങ്കിലും കൊള്ളാം, ഭക്ഷണം കിട്ടാതാവുന്ന പ്രശ്നമില്ല. ആ കുട്ടിക്ക് സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാത്ത പ്രശ്നമില്ല. ഇന്ത്യയിലെ 2.5 ലക്ഷം ഗ്രാമങ്ങളിൽ സ്കൂളില്ല. കേരളത്തിൽ ഒറ്റ ഗ്രാമത്തിൽ പോലും സ്കൂളില്ലാത്ത ഗ്രാമമില്ല. ചില ഗ്രാമത്തിൽ 10-11 സ്കൂൾ വരെ ഉണ്ട്.